എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 5-ാം തീയതി പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അനുസ്മരണ ദിനം. സാർ എഴുതിയ ജീവൻ മുക്താനന്ദ ലഹരി എന്ന ശങ്കരാചാര്യ കൃതിയുടെ വ്യാഖ്യാനം, അതിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. പ്രൗഢാനുഭൂതിയിൽ മുഴുകിയിരിക്കുന്ന ഒരു ജീവൻ മുക്തൻ ലോകരംഗത്ത് എങ്ങനെ വർത്തിക്കുമെന്ന് മനോഹരമായി വിവരിക്കുന്ന കൃതിയാണ് ജീവൻ മുക്താനന്ദ ലഹരി. ജീവൻ മുക്തൻ ലോകരംഗത്ത് തികച്ചും ഒരു നാടകരംഗത്തെന്ന പോലെ വർത്തിക്കും. ജനമധ്യത്തിൽ അദ്ദേഹം എങ്ങനെ പെരുമാറും എന്ന കാര്യമാണ് 1-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. പുരേ പൗരാൻ പശ്യന്നരയുവതി നാമാകൃതിമയാൻ സുവേഷാൻ സ്വർണ്ണാഭരണകലിതാംശ്ചിത്രസദൃശാൻ സ്വയം സാക്ഷാദ്ദ്രഷ്ടേത്യപി ച കലയം സ്തൈഃ സഹരമൻ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. പുരേ പട്ടണത്തിൽ, സുവേഷാൻ നല്ലപോലെ വസ്ത്രധാരണം ചെയ്തവരും, സ്വർണ്ണാഭരണ കലിതാൻ സ്വർണ്ണാഭരണഭൂഷിതരും, നരയുവതി നാമാകൃതിമയാൻ യുവാക്കന്മാരായും യുവതികളായും പല പേരുകളിലും പല ആകൃതികളിലും കാണപ്പെടുന്നവരുമായ പൗരാൻ ജനങ്ങളെ, ചിത്രസദൃശാൻ പരമാത്മാവെന്ന കാൻവാസിൽ എഴുതിയിട്ടുള്ള ചിത്രങ്ങൾ എന്ന പോലെ, പശ്യൻ ഒരു ജീവൻ മുക്തൻ കാണുന്നു, സ്വയം സാക്ഷാത് സ്വയം നേരിട്ടു തന്നെ, ദ്രഷ്ട ഇതി ച കലയൻ അവരെ കാണുന്നവനായും ഭാവിക്കുന്നു, തൈഹി സഹരമൻ അവരുമായി കുശലപ്രശ്നം ചെയ്ത് സന്തോഷിക്കുന്നു, ഗുരുദീക്ഷാക്ഷതതമാഃ എന്നാൽ ഗുരുപദേശം നേടി അജ്ഞാന തമസ് പാടെ ഒഴിഞ്ഞു മാറ്റിയ മുനി സ്ഥിതപ്രജ്ഞനായ ജീവൻ മുക്തൻ വ്യാമോഹം ന ഭജതി അദ്വൈതാനുഭവത്തിൽ നിന്നും വ്യതിചലിച്ച് രണ്ടുണ്ടെന്ന ചിന്തയ്ക്ക് ഒരിക്കലും പാത്രമായി തീരുന്നില്ല. പട്ടണത്തിൽ നല്ലപോലെ വസ്ത്രധാരണം ചെയ്തവരും സ്വർണ്ണാഭരണഭൂഷിതരും യുവാക്കന്മാരായും യുവതികളായും പല പേരുകളിലും പല ആകൃതികളിലും കാണപ്പെടുന്നവരുമായ ജനങ്ങളെ പരമാത്മാവെന്ന ക്യാൻവാസിൽ എഴുതിയിട്ടുള്ള ചിത്രങ്ങളെന്ന പോലെ ഒരു ജീവൻ മുക്തൻ കാണുന്നു, സ്വയം നേരിട്ടു തന്നെ അവരെ കാണുന്നവനായി ഭാവിക്കുകയും ചെയ്യുന്നു, അവരുമായി കുശലപ്രശ്നം ചെയ്ത് സന്തോഷിക്കുന്നു. എന്നാൽ ഗുരുപദേശം നേടി അജ്ഞാന തമസ് പാടെ ഒഴിഞ്ഞു മാറ്റിയ സ്ഥിതപ്രജ്ഞനായ ജീവൻ മുക്തൻ അദ്വൈത അനുഭവത്തിൽ നിന്നും വ്യതിചലിച്ച് രണ്ടുണ്ടെന്ന ചിന്തയ്ക്ക് ഒരിക്കലും പാത്രമായി തീരുന്നില്ല. മുനിർ ന വ്യാമോഹം ഭജതി അദ്വൈത സത്യം അനുഭവിക്കുന്നയാളാണ് മുനി അഥവാ ജീവൻ മുക്തൻ. ജീവൻ മുക്തൻ ഒരിക്കലും വ്യാമോഹത്തിന് വഴങ്ങുന്നില്ല. എന്താണ് വ്യാമോഹം? രണ്ടുണ്ടെന്ന ചിന്തയും തുടർന്നുണ്ടാകുന്ന രാഗദ്വേഷവുമാണ് വ്യാമോഹം. സ്ഥിതപ്രജ്ഞനാണ് ജീവൻ മുക്തൻ. പ്രജ്ഞ ഉറപ്പുവന്നയാളാണ് സ്ഥിതപ്രജ്ഞൻ. രണ്ടില്ലെന്ന അനുഭവമാണ് പ്രജ്ഞ. സ്ഥിതപ്രജ്ഞൻ, ജീവൻ മുക്തൻ, ഗുണാതീതൻ, അതിവർണാശ്രമി, മുനി, പരമഹംസൻ ഇവയൊക്കെ പര്യായ പദങ്ങളാണ്. സ്ഥിതപ്രജ്ഞന് വസ്തു ഒന്നേ ഉള്ളൂ. അപ്പോൾ പലതു കാണുന്നതോ? ഒരേ വസ്തുവിലെ വെറും നാമരൂപങ്ങൾ. അഖണ്ഡബോധരൂപനായ പരമാത്മാവ് അംഗീകരിച്ചിരിക്കുന്ന വെറും വേഷങ്ങൾ. അതുകൊണ്ട് ജീവൻ മുക്തന് ലോകവ്യവഹാരം രസകരമായ ഒരു നാടകം പോലെയാണ്. എല്ലാം ഭംഗിയായി അഭിനയിക്കും. എന്നാൽ നടൻ ഒന്നേയുള്ളൂ എന്ന കാര്യം അദ്ദേഹം ഒരു നിമിഷം പോലും മറന്നു പോകുന്നില്ല. അദ്ദേഹം നഗരമധ്യത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് കരുതുക. പലതരത്തിലുമുള്ള ജനങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ജീവൻ മുക്തന് അവരെല്ലാം ഒരേ പരമാത്മാവെന്ന ക്യാൻവാസിലെ
ചിത്രങ്ങൾ മാത്രം, തൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ. അവരുമായുള്ള തൻ്റെ വ്യവഹാരം മുഴുവൻ വെറും നാടകാഭിനയം. എങ്ങനെയൊക്കെ വ്യവഹരിച്ചാലും മുനി ഒരിക്കലും ഭേദചിന്തയ്ക്കോ രാഗദ്വേഷത്തിനോ വഴങ്ങുന്നില്ല. ജീവൻ മുക്തന് സർവത്ര സർവം ബ്രഹ്മമയം. ഇനിയും ജീവൻ മുക്തൻ വനത്തിലാണ് കഴിച്ചുകൂട്ടുന്നത് എന്നിരിക്കട്ടെ, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനോഭാവം? രണ്ടാം പദ്യം ഇക്കാര്യം വിവരിക്കുന്നു. വനേ വൃക്ഷാൻ പശ്യൻ ദലഫലഭരാൻ നമ്രസുശിഖാൻ ഘനഛായാച്ഛന്നാൻ ബഹുലകലകൂജദ്വിജഗണാൻ ഭജൻ വനിതലതൽപൈകശയനോ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. വനേ കാട്ടിൽ ദശഫലഭരാൻ ഇലകളും കായ്കനികളും കൊണ്ട് നിറഞ്ഞവയും നമ്രസുശിഖാൻ താണുകിടക്കുന്ന കൊമ്പുകളോട് കൂടിയവയും ഘനഛായാച്ഛന്നാൻ ഇടതിങ്ങിയ നിഴൽ കൊണ്ട് മറയ്ക്കപ്പെട്ടവയും ബഹുലകലകൂജദ്വിജഗണാൻ ധാരാളം പക്ഷിക്കൂട്ടങ്ങളുടെ കളകൂജനങ്ങൾ കൊണ്ട് മാറ്റൊലി കൊള്ളുന്നവയുമായ വൃക്ഷാൻ വൃക്ഷങ്ങളെ ഘസ്രഹ ഭജൻ പകൽ സമയം ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. രാത്രിയിൽ അവനിതല തൽപൈക ശയനഃ ഭൂമിയാകുന്ന കിടക്കയിൽ തന്നെ സുഖമായി കിടന്നുറങ്ങുന്നു. മുനിഹി എന്നാൽ ജീവൻ മുക്തൻ ഗുരുദീക്ഷാക്ഷതതമാഹ ഗുരുകാരുണ്യം കൊണ്ട് അജ്ഞാനാന്ധകാരം ഒഴിഞ്ഞു മാറിയതിനാൽ വ്യാമോഹം ന ഭജതി രണ്ടുണ്ടെന്ന ചിന്തയ്ക്ക് വഴങ്ങുന്നതേയില്ല. കാട്ടിൽ ഇലകളും കായ്കനികളും കൊണ്ട് നിറഞ്ഞവയും താണുകിടക്കുന്ന കൊമ്പുകളോട് കൂടിയവയും ഇടതിങ്ങിയ നിഴൽ കൊണ്ട് മറയ്ക്കപ്പെട്ടവയും ധാരാളം പക്ഷിക്കൂട്ടങ്ങളുടെ കളകൂജനങ്ങൾ കൊണ്ട് മാറ്റലിക്കൊള്ളുന്നവയുമായ വൃക്ഷങ്ങളെ പകൽ സമയം ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. രാത്രിയിൽ ഭൂമിയാകുന്ന കിടക്കയിൽ തന്നെ സുഖമായി കിടന്നുറങ്ങുന്നു. എന്നാൽ ജീവൻ മുക്തൻ ഗുരുകാരുണ്യം കൊണ്ട് അജ്ഞാന അന്ധകാരം ഒഴിഞ്ഞു മാറിയതിനാൽ രണ്ടുണ്ടെന്ന ചിന്തയ്ക്ക് വഴങ്ങുന്നതേയില്ല. മുനിർന വ്യാമോഹം ഭജതി പരിഷ്കൃതമായ നഗരമധ്യത്തിലെന്ന പോലെ തന്നെ ജീവൻ മുക്തൻ വനപ്രദേശത്തും ദ്വൈതചിന്തയ്ക്ക് വഴങ്ങുന്നതേയില്ല. എന്തുകൊണ്ട്? ഗുരുകാരുണ്യം കൊണ്ട് അജ്ഞാന അന്ധകാരം ഒഴിഞ്ഞു മാറിയിട്ടുള്ളതിനാൽ മനുഷ്യരെ പോലെ തന്നെ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ബോധരൂപമായ ഒരേ ബ്രഹ്മത്തിൻ്റെ വിവിധ വേഷങ്ങളാണെന്ന് സ്ഥിതപ്രജ്ഞൻ അനുഭവിച്ചറിയുന്നു. ബോധത്തിലെ വിവർത്തമെന്ന നിലയിലല്ലാതെ ലോകത്ത് ഒരു ദൃശ്യത്തിനും രൂപം കൊള്ളാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവനുള്ളതോ ജീവനില്ലാത്തതോ എന്ന ഭേദം പോലും ജീവൻ മുക്തനെ കളങ്കപ്പെടുത്തുന്നില്ല. വൃക്ഷങ്ങളും ചെടികളുമൊക്കെ ഉജ്ജ്വല ജീവിതങ്ങളാണെന്ന് ഉപനിഷത്ത് കാലം മുതൽക്കേ സത്യദർശികൾക്ക് തെളിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് സമലോഷ്ടാശ്മ കാഞ്ചനന്മാരായ ജ്ഞാനനിഷ്ഠന്മാർക്ക് നഗരത്തെപ്പോലെ വനത്തെയും ബ്രഹ്മമയമായി കാണാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് താൽപ്പര്യം. ഇനിയും വാസസ്ഥാനങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് ജീവൻ മുക്തന് വല്ല ഭാവഭേദവും വരാമോ? അതിലൊന്നും അദ്ദേഹത്തിന് ഒരു ചാഞ്ചല്യവും സംഭവിക്കുന്നില്ലെന്നാണ് ഇനി വിവരിക്കുന്നത്. കദാചിത് പ്രാസാദേ ക്വചിദപി ച സൗധഷു ധനിനാം കദാ കാലേ ശൈലേ ക്വചിദപി ച കൂലേഷു സരിതാം കുടീരേദാന്താനാം മുനിജനവരാണാമപി വസന് മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. കദാചിത് പ്രാസാദേ ചിലപ്പോൾ രാജകൊട്ടാരത്തിലായിരിക്കും. അപിച ക്വചിത് മറ്റു ചിലപ്പോഴാകട്ടെ ധനിനാം സൗധേഷു ധനികന്മാരുടെ മണിമാളികയിലായിരിക്കും. കഥാകാലെ
വീണ്ടും ചിലപ്പോൾ ശൈലേ ഏതെങ്കിലും പർവ്വതപ്രദേശത്തായിരിക്കും. ക്വചിത് അപിച്ച പിന്നെ ചിലപ്പോൾ സരിതാം കൂലേഷു നദികളുടെ കരകളിലായിരിക്കും. കഥാ ചിലപ്പോൾ ദാന്താനാം മുനിജനവരാണാം മനസ്സടങ്ങിയ മുനിവരന്മാരുടെ കുടീരേ അഭി ആശ്രമങ്ങളിലായിരിക്കും വസന്ന് ജീവൻ മുക്തൻ വസിക്കുന്നത്. മുനി എവിടെ വസിച്ചാലും മുനി ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് അജ്ഞാനാന്ധകാരം ഒഴിഞ്ഞു മാറിയതിനാൽ വ്യാമോഹം ന ഭജതി ഭേദചിന്തയ്ക്ക് വഴങ്ങുന്നതേയില്ല. ചിലപ്പോൾ രാജകൊട്ടാരത്തിലായിരിക്കും, മറ്റു ചിലപ്പോഴാകട്ടെ ധനികന്മാരുടെ മണിമാളികകളിലായിരിക്കും. വീണ്ടും ചിലപ്പോൾ ഏതെങ്കിലും പർവ്വതപ്രദേശത്തായിരിക്കും. പിന്നെ ചിലപ്പോൾ നദികളുടെ കരകളിലായിരിക്കും. ചിലപ്പോൾ മനസ്സടങ്ങിയ മുനിവരന്മാരുടെ ആശ്രമങ്ങളിലായിരിക്കും ജീവൻ മുക്തൻ വസിക്കുന്നത്. എവിടെ വസിച്ചാലും മുനി ഗുരുകാരുണ്യം കൊണ്ട് അജ്ഞാനാന്ധകാരം ഒഴിഞ്ഞു മാറിയതിനാൽ ഭേദചിന്തയ്ക്ക് വഴങ്ങുന്നതേയില്ല. മുനിർ ന വ്യാമോഹം ഭജതി. ലൗകിക ദൃഷ്ടിയിൽ പ്രിയം വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നവനോ അപ്രിയം വരുമ്പോൾ കുണ്ഠിതപ്പെടുന്നവനോ അല്ല ജീവൻ മുക്തൻ. ഒരു പരിതസ്ഥിതിയിലും ലൗകികങ്ങളായ ഹർഷം, അമർഷം, ഭയം, ഉദ്വേഗം എന്നിവയ്ക്ക് അദ്ദേഹം വഴങ്ങുന്നവനല്ല. അതുകൊണ്ട് കുടിലെന്നോ കൊട്ടാരമെന്നോ പർവ്വതമെന്നോ നദീതീരമെന്നോ ഉള്ള ഭേദമൊന്നും ജീവൻ മുക്തനെ ബാധിക്കുന്നില്ല. സർവം ബ്രഹ്മമയം, എവിടെയും ആനന്ദം മാത്രം. ഭിന്ന രുചികളായ വ്യക്തികളുമായി ഇടപഴകുമ്പോൾ എന്തായിരിക്കും ജീവൻ മുക്തൻ്റെ വ്യവഹാര രീതി? അതാണ് ഇനി 4-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ക്വചിത് ബാലൈ സാർദ്ധം കരതരഗതാലൈ സഹസിതൈ ക്വചിത് താരുണ്യാലങ്കൃത നരവധുഭിः സഹരമന് ക്വചിത് വൃദ്ധൈശ്ചിന്താകുലിതഹൃദയൈശ്ചാപി വിലപന് മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. ക്വചിത് ചിലയിടത്ത് സഹസിതൈഹി കരതലഗതാലൈഹി ചിരിച്ച് കൈകൊട്ടിക്കളിക്കുന്ന ബാലൈസാർദ്ധം ബാലന്മാരോടൊപ്പം കളിക്കുന്നുണ്ടാവും. ക്വചിത് ചിലയിടത്ത് താരുണ്യാലങ്കൃത നരവധുഭിഹി സഹരമന് യുവത്വം തുളുമ്പി നിൽക്കുന്ന യുവാക്കളോടും യുവതിമാരോടുമൊപ്പം രസിച്ചു വരുന്നുണ്ടാവും. ക്വചിത് ചിലയിടത്ത് ചിന്താകുലിത ഹൃദയൈഹി ചിന്ത കൊണ്ടാകുലപ്പെടുന്ന ഹൃദയങ്ങളോടുകൂടിയ വൃദ്ധൈഹി ച വിലപന്നപി വൃദ്ധന്മാരോടൊത്ത് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയായിരിക്കും. മുനിഹി എന്നാലും ജീവൻ മുക്തൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് സംസാരഭ്രമം ഒഴിഞ്ഞു മാറിയ ആളായതിനാൽ വ്യാമോഹം നഭജതി തൻ്റെ ബ്രഹ്മാനന്ദ ലഹരിയിൽ നിന്നും ഒരിക്കലും വഴുതിപ്പോവാറില്ല. മുനിർന വ്യാമോഹം ഭജതി ജീവൻ മുക്തൻ ഒരിക്കലും തൻ്റെ ബ്രഹ്മാനന്ദ അനുഭവത്തിൽ നിന്നും വഴുതിപ്പോകാറില്ല. ലൗകികന്മാരെല്ലാം മായാഗുണങ്ങൾക്ക് അടിമകളാണ്. സത്വം, രജസ്, തമസ് എന്നിവയാണ് മായാഗുണങ്ങൾ. പ്രകാശം, പ്രവൃത്തി, മോഹം എന്നിവയാണ് യഥാക്രമം മായാഗുണങ്ങളുടെ സ്വരൂപം. ഈ 3 ഗുണങ്ങളും പല അളവിലും കൂടിച്ചേർന്ന് ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നു. ഗുണഘടന എങ്ങനെയോ കർമ്മം അങ്ങനെ എന്നാണ് നിയമം. ഈ ഗുണഘടന എളുപ്പം മാറ്റിയെടുക്കാൻ സാധ്യവുമല്ല. ഗുണഘടനയ്ക്കപ്പുറം ചെന്ന് സത്യം കണ്ടയാളാണ് ജീവൻ മുക്തൻ. ഗുണങ്ങളുടെ പ്രവർത്തന രഹസ്യം അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് ഒരു ജീവൻ മുക്തൻ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരുടെ ഗുണഘടനയ്ക്കനുസരണമായി താനും അഭിനയിക്കും. താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് മാത്രമേ അദ്ദേഹം സത്യം വെളിപ്പെടുത്തി കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് കുട്ടികളോട് കുട്ടികൾക്കൊപ്പം, യുവാക്കളോട് യുവാക്കൾക്കൊപ്പം, വൃദ്ധന്മാരോട് വൃദ്ധർക്കൊപ്പം അദ്ദേഹം അഭിനയിക്കും. പുറമേ ആരോടൊപ്പം എങ്ങനെ അഭിനയിച്ചാലും ഉള്ളുകൊണ്ട് താൻ ബ്രഹ്മാനന്ദ ലഹരിയിൽ തന്നെ ലീനനായി വർത്തിക്കും. ജീവൻ മുക്തൻ്റെ ഈ വ്യവഹാര അഭിനയത്തിൻ്റെ വർണ്ണന തുടരുകയാണ് ഇനിയും. കദാചിത് വിദ്വദ്ഭിർവിവിദിഷുഭിരത്യന്തനിരതൈഃ കദാചിത്
കാവ്യാലങ്കൃതിരസാരസാലൈഃ കവിവരൈഃ കദാചിത് സത്തർക്കൈരനുമിതിപരൈസ്താർക്കികവരൈഃ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. കദാചിത് ചിലപ്പോൾ വിദ്വദ്ഭിഃ വിദ്വാൻമാരോടും അത്യന്ത നിരതൈഃ വിവിദിഷുഭിഃ നിരന്തരം സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജിജ്ഞാസുക്കളോടും ചർച്ചയിൽ ഏർപ്പെടും. കദാചിത് പിന്നെ ചിലപ്പോൾ കാവ്യാലങ്കൃതി രസരസാലൈഃ കവിവരൈഃ കാവ്യാലങ്കാര രസം ആസ്വദിക്കുന്ന കവിവരന്മാരോടൊപ്പം കാവ്യ ആസ്വാദനത്തിൽ ഏർപ്പെടും. കദാചിത് ചിലപ്പോൾ അനുമിതിപരൈഃ താർക്കികവരൈഃ പലതും ഊഹിച്ചെടുക്കാൻ സമർത്ഥരായ താർക്കിക ശ്രേഷ്ഠന്മാരുമായി സത്തർക്കൈഃ നല്ല കാര്യങ്ങളെക്കുറിച്ച് തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടും. മുനി എന്തായാലും സ്ഥിതപ്രജ്ഞൻ ഗുരുദീക്ഷാക്ഷതതമാഃ ഗുരുകാരുണ്യത്താൽ അവിദ്യാദോഷമൊഴിഞ്ഞു മാറിയതുകൊണ്ട് വ്യാമോഹം ന ഭജതി ദ്വൈതഭ്രമത്തിൽപ്പെട്ട് പോകുന്നതേയില്ല. ചിലപ്പോൾ വിദ്വാൻമാരോടും നിരന്തരം സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജിജ്ഞാസുക്കളോടും ചർച്ചയിലേർപ്പെടും. പിന്നെ ചിലപ്പോൾ കാവ്യാലങ്കാര രസം ആസ്വദിക്കുന്ന കവിവരന്മാരോടൊപ്പം കാവ്യാസ്വാദനത്തിൽ ഏർപ്പെടും. ചിലപ്പോൾ പലതും ഊഹിച്ചെടുക്കാൻ സമർത്ഥരായ താർക്കിക ശ്രേഷ്ഠന്മാരുമായി നല്ല കാര്യങ്ങളെക്കുറിച്ച് തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടും. എന്തായാലും സ്ഥിതപ്രജ്ഞൻ ഗുരുകാരുണ്യത്താൽ അവിദ്യാദോഷം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ദ്വൈതഭ്രമത്തിൽ പെട്ടു പോകുന്നതേയില്ല. ഇനിയും ഈശ്വരഭജന കാര്യത്തിൽ ഒരു ജീവൻ മുക്തൻ്റെ വ്യവഹാരാഭിനയം എങ്ങനെയുള്ളതാണെന്നാണ് അടുത്ത 2 പദ്യങ്ങൾ വിവരിക്കുന്നത്. കദാധ്യാനാഭ്യാസൈഃ ക്വചിദപി സപര്യാം വികസിതൈഃ സുഗന്ധൈഃ സത്പുഷ്പൈഃ ക്വചിദപി ദലൈരേവ വിമലഃ പ്രകുർവൻ ദേവസ്യ പ്രമുദിതമനാഃ സംനതിപരോ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. ക്വചിത് ചിലയിടത്ത് ധ്യാനാഭ്യാസൈഃ ധ്യാനിക്കുന്നവരോടൊപ്പം ധ്യാനാഭ്യാസത്തിൽ ഏർപ്പെടും. ക്വചിത് അപി വേറെ ചിലയിടത്ത് വികസിതൈ സുഗന്ധൈഃ വിടർന്നു മണം പരത്തുന്ന സത്പുഷ്പൈഃ നല്ല പൂക്കൾ കൊണ്ടും ക്വചിതപി ചിലയിടത്ത് ദലൈഃ അപി ഇലകൾ കൊണ്ടും ദേവസ്യ സപരാം കുർവൻ ദേവനെ പൂജിക്കുന്നവരോടൊപ്പം പൂജയിൽ ഏർപ്പെടും. വിമലഃ നിഷ്കളങ്കനും പ്രമുദിതമനാഃ സന്തോഷത്തിൽ ആറാടിയവനും സംനതിപരഃ ദേവനെയും സജ്ജനങ്ങളെയും വണങ്ങുന്നതിൽ തത്പരനുമായ മുനി സ്ഥിതപ്രജ്ഞൻ ഗുരുദീക്ഷാക്ഷതതമാഃ ഗുരുകാരുണ്യത്താൽ അദ്വൈതബോധം ഉറപ്പു വന്നതുകൊണ്ട് വ്യാമോഹം ന ഭജതി ഈശ്വരന്മാർ പലരുണ്ടെന്ന ചിന്തയിൽ ഒരിക്കലും അകപ്പെട്ടു പോകുന്നില്ല. ചിലയിടത്ത് ധ്യാനിക്കുന്നവരോടൊപ്പം ധ്യാനാഭ്യാസത്തിൽ ഏർപ്പെടും. വേറെ ചിലയിടത്ത് വിടർന്ന് മണം പരത്തുന്ന മനോഹര പുഷ്പങ്ങൾ കൊണ്ടും മറ്റു ചിലയിടത്ത് ഇലകൾ കൊണ്ടും ദേവനെ പൂജിക്കുന്നവരോടൊപ്പം പൂജയിലേർപ്പെടും. നിഷ്കളങ്കനും സന്തോഷത്തിൽ ആറാടിയവനും ദേവനെയും സജ്ജനങ്ങളെയും വണങ്ങുന്നതിൽ തത്പരനുമായ സ്ഥിതപ്രജ്ഞൻ ഗുരുകാരുണ്യത്താൽ അദ്വൈത സത്യം ഉറപ്പു വന്നതുകൊണ്ട് ഈശ്വരന്മാർ പലതുണ്ടെന്ന ചിന്തയിൽ ഒരിക്കലും അകപ്പെട്ടു പോകുന്നില്ല. ന വ്യാമോഹം ഭജതി ശാസ്ത്രീയമായ ഈശ്വരതത്വം അഖണ്ഡ അദ്വൈത സ്വരൂപമായ ബ്രഹ്മം മാത്രമാണെന്ന് സ്ഥിതപ്രജ്ഞൻ നല്ലപോലെ അറിയുന്നു. പക്ഷേ എല്ലാവർക്കും പൊടുന്നനെ ഈ അദ്വൈത അനുഭവത്തിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതീകത്തെ ആശ്രയിച്ച് ധ്യാനം, ഭജനം, പൂജ എന്നിവയൊക്കെ അനുഷ്ഠിച്ച് ചിത്തത്തെ പാകപ്പെടുത്തി സാവകാശം മാത്രമേ അദ്വൈത അനുഭവത്തിലെത്താൻ പറ്റൂ. സത്യാന്വേഷണത്തിൻ്റെ ലക്ഷ്യം അദ്വൈത അനുഭവം, മറ്റെല്ലാം മാർഗങ്ങളും ഉപായങ്ങളും. ഇതറിയുന്ന ജീവൻ മുക്തന് ഒരിടത്തും അഭിപ്രായഭേദമില്ല. സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോടും അവരുടെ അനുഷ്ഠാനങ്ങളുമായി ഒത്തിണങ്ങി അവർക്ക് പ്രോത്സാഹനം നൽകും. തരം കിട്ടുമ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ശാസ്ത്രീയത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. എവിടെ ആരുമായി ഇണങ്ങി വർത്തിച്ചാലും
ഈശ്വരന്മാർ പലരുണ്ടെന്നോ തനിക്കിനി എന്തെങ്കിലും അനുഷ്ഠാനം ആവശ്യമുണ്ടെന്നോ ഉള്ള വ്യാമോഹം അദ്ദേഹത്തെ സ്പർശിക്കുകയേയില്ല. ഈശ്വരഭേദങ്ങളോ അനുഷ്ഠാന ഭേദങ്ങളോ ഒന്നും അവയോടിണങ്ങിച്ചേർന്നാൽ പോലും ഒരു ജീവൻ മുക്തനെ ഇല്ലെന്ന് ഒന്നുകൂടി 7-ാം പദ്യത്തിൽ വ്യക്തമാക്കുന്നു. ശിവായ ശംഭോർവാക്വപിദപി ച വിഷ്ണോരപി കഥാ ഗണാധ്യക്ഷസ്യാപി പ്രകടിതവരസ്യാപി ച കഥാ പഠൻ വൈനാമാളിം നയനരചിതാനന്ദസരിതോ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. ശിവായാഹ ദേവി പാർവതിയുടെയോ അപി ച ക്വചിത് വീണ്ടും ചിലപ്പോൾ ശംഭോഹോ വാ സാക്ഷാത് ശിവൻ്റെയോ കഥാ വിഷ്ണോഹോ അപി ചിലപ്പോൾ വിഷ്ണുവിൻ്റെയോ ഗണാധ്യക്ഷസ്യ അപി ഗണപതി ഭഗവാന്റെയോ അപി ച കഥാ പിന്നെയും ചിലപ്പോൾ പ്രകടിത വരസ്യ വരദാന പ്രകടനത്തോടുകൂടിയ ഗണേശൻ്റെയോ നാമാളിം പഠൻ വൈ നാമസങ്കീർത്തനം നടത്തി നയനരചിതാനന്ദ സരിത കണ്ണുകളിൽ നിന്നും ആനന്ദനദി ഒഴുകിക്കൊണ്ടായിരിക്കും ജീവൻ മുക്തൻ സഞ്ചരിക്കുക. മുനിഹി എന്നാലും സ്ഥിതപ്രജ്ഞൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരു കാരുണ്യം കൊണ്ട് ഇരുട്ടു നീങ്ങിയ ആളായതുകൊണ്ട് വ്യാമോഹം നഭജതി ഈശ്വരന്മാർ പലരുണ്ടെന്ന ഭ്രമത്തിൽ ഒരിക്കലും പെട്ടുപോകുന്നില്ല. ദേവി പാർവതിയുടെയോ വീണ്ടും ചിലപ്പോൾ സാക്ഷാത് ശിവൻ്റെയോ ചിലപ്പോൾ വിഷ്ണുവിൻ്റെയോ ഗണപതി ഭഗവാന്റെയോ പിന്നെയും ചിലപ്പോൾ വരദാന പ്രകടനത്തോടു കൂടിയ ഗണേശൻ്റെയോ നാമസങ്കീർത്തനം നടത്തി കണ്ണുകളിൽ നിന്നും ആനന്ദ നദി ഒഴുക്കിക്കൊണ്ടായിരിക്കും ജീവൻ മുക്തൻ സഞ്ചരിക്കുക. എന്നാലും ആ സ്ഥിതപ്രജ്ഞൻ ഗുരു കാരുണ്യം കൊണ്ട് ഇരുള് നീങ്ങിയ ആളായതുകൊണ്ട് ഈശ്വരന്മാർ പലരുണ്ടെന്ന ഭ്രമത്തിൽ ഒരിക്കലും പെട്ടുപോകുന്നില്ല. ഇനിയും സ്വന്തം ദേഹം ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ പോലും സർവം ബ്രഹ്മമയമെന്ന് അനുഭവിക്കുന്ന ജീവൻ മുക്തന് ഒരു നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരിക്കുകയില്ലെന്നാണ് 8-ാം പദ്യം വിവരിക്കുന്നത്. കഥാ ഗംഗാംബോഭി ക്വചിദപി ച കൂപോസ്ഥസലിലൈഃ ക്വചിത് കാസോരോത്ഥൈഃ ക്വചിദപി ച സുദുഷ്ണൈശ്ച ശിശിരൈഃ ഭജൻ സ്നാനം ഭൃത്യാ ക്വചിദപി ച കർപ്പൂരനിഭയ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. കഥാ ഗംഗാഭൂഭിഃ ചിലപ്പോൾ ഗംഗാജലത്തിലായിരിക്കും കുളി. അപി ച ക്വചിത് പിന്നെ ചിലപ്പോൾ കൂപോത്ഥ സലിലൈഹി കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളം കൊണ്ടായിരിക്കും കുളി. ക്വചിത് കാസാരോത്ഥൈഹി ചിലപ്പോൾ പൊയ്കയിലെ ജലം കൊണ്ടായിരിക്കും. അപി ച ക്വചിത് പിന്നെയും ചിലപ്പോൾ സുദുഷ്ണൈഹി ശിശിരൈഹി ച ചൂടുള്ള വെള്ളത്തിലോ തണുപ്പുള്ള വെള്ളത്തിലോ ആയിരിക്കും കുളി. അപി ച ക്വചിത് പിന്നെയും ചിലപ്പോൾ കർപ്പൂരനിഭയ കർപ്പൂരം പോലെ വെണ്മയുള്ള ഭൂത്യാ സ്നാനം ഭജന് ഭസ്മം കൊണ്ടായിരിക്കും കുളി നടത്തുക. മുനിഹി ജീവൻ മുക്തനായ മുനി ഗുരുദീക്ഷാക്ഷതമാഹ ഗുരു കാരുണ്യം കൊണ്ട് താൻ ജഡദേഹമല്ലെന്നുറപ്പു വന്നയാളായതുകൊണ്ട് ന വ്യാമോഹം ഭജതി ഇത്തരം ദേഹകാര്യങ്ങളിലൊന്നും അശേഷം വ്യാകുലപ്പെടുന്നതേയില്ല. ചിലപ്പോൾ ഗംഗാജലത്തിലായിരിക്കും കുളി. പിന്നെ ചിലപ്പോൾ കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളം കൊണ്ടായിരിക്കും കുളി. ചിലപ്പോൾ പൊയ്കയിലെ ജലം കൊണ്ടായിരിക്കും. പിന്നെയും ചിലപ്പോൾ ചൂടുള്ള വെള്ളത്തിലോ തണുപ്പുള്ള വെള്ളത്തിലോ ആയിരിക്കും കുളി. പിന്നെയും ചിലപ്പോൾ കർപ്പൂരം പോലെ വെണ്മയുള്ള ഭസ്മം കൊണ്ടായിരിക്കും കുളി നടത്തുക. ജീവൻ മുക്തനായ മുനി ഗുരുകാരുണ്യം കൊണ്ട് താൻ ദേഹമല്ലെന്നുറപ്പു വന്നയാളായതുകൊണ്ട് ഇത്തരം ദേഹകാര്യങ്ങളിലൊന്നും അശേഷം വ്യാകുലപ്പെടുന്നതേയില്ല. ന വ്യാമോഹം ഭജതി ജീവൻ മുക്തൻ ദേഹകാര്യങ്ങളിലൊന്നും അശേഷം വ്യാകുലപ്പെടുന്നില്ല. എന്തുകൊണ്ട്? താൻ ആനന്ദഘനമായ ബ്രഹ്മമാണ്, ഒരിക്കലും ജഡദേഹമല്ല എന്നാണല്ലോ ജീവൻ മുക്തൻ്റെ അനുഭവം. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേഹം പ്രാരബ്ധ അനുഭവത്തിനായി സമർപ്പിക്കപ്പെടുന്നു. എന്തൊക്കെ അനുഭവിക്കാൻ തത്കാല ദേഹം രൂപം കൊണ്ടുവോ അതൊക്കെയാണ് പ്രാരബ്ധകർമ്മം. പ്രാരബ്ധകർമ്മം അനുഭവിക്കാനുള്ള സാമഗ്രികൾ അപ്പോഴപ്പോൾ ആവശ്യം വന്നു ചേർന്നേ പറ്റൂ, അതാണ് നിയമം. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക ശ്രമമൊന്നും നടത്തേണ്ടതില്ല. പ്രാരബ്ധം അവസാനിച്ചു,
ദേഹം എപ്പോൾ എവിടെ എങ്ങനെ വീണുപോയാലും ജീവൻ മുക്തന് അതിൽ കുണ്ഠിതമില്ല. അതുകൊണ്ടൊരു ജീവൻ മുക്തൻ ദേഹകാര്യങ്ങളിൽ യാദൃച്ഛികനാണ്. എപ്പോൾ എന്തൊക്കെ യാദൃച്ഛികമായി എവിടെ കിട്ടുന്നോ അതുകൊണ്ട് നഗ്നത മറയ്ക്കും. യാദൃച്ഛികമായി എന്ത് കിട്ടുന്നോ അത് സന്തോഷമായി ഭക്ഷിക്കും. എവിടെ എത്തിച്ചേരുന്നോ അവിടെ രാത്രി കഴിച്ചുകൂട്ടും. ഇത്തരം യാദൃച്ഛികനായ മുനിയാണ് ജീവൻ മുക്തൻ. പ്രാരബ്ധം തീരുമ്പോൾ ദേഹം വീഴേണ്ടിടത്ത് വീഴും. ഇതാണ് തീരുമാനം. ജീവൻ മുക്തൻ്റെ സന്തോഷപൂർണമായ ഈ യദൃച്ഛാവൃത്തിയാണ് ഇനിയുള്ള പദ്യങ്ങളിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലൊക്കെ സ്ഥിതപ്രജ്ഞൻ ഒരു നടനെപ്പോലെ ആനന്ദത്തോടെ വർത്തിക്കുന്നു എന്നാണ് 9-ാം പദ്യം വെളിവാക്കുന്നത്. കദാചിത് ജാഗർത്യാം വിഷയകരണൈഃ സംവൃവഹരൻ കദാചിത് സ്വപ്നസ്ഥാനപി ച വിഷയാനേവ ച ഭജൻ കദാചിത് സൗഷുപ്തം സുഖമനുഭവന്നേവ സതതം മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതമാഹ. കദാചിത് ചിലപ്പോൾ ജാഗർത്യാം ജാഗ്രതവസ്ഥയിൽ വിഷയകരണൈഹി സംവ്യവഹരൻ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ച് വ്യവഹരിക്കുന്നവനായി ജീവൻ മുക്തനെ കണ്ടു എന്ന് വരാം. വ്യവഹരിക്കുന്നവനായി ജീവൻ മുക്തനെ കണ്ടെന്ന് വരാം. കദാചിത് ചിലപ്പോൾ സ്വപ്നസ്ഥാൻ വിഷയാൻ അഭിച സ്വപ്നത്തിലുള്ള വിഷയങ്ങളെയും ഭജന്യേവ അനുഭവിക്കുന്നവനായി തന്നെ കണ്ടെത്തിയെന്ന് വരാം. കദാചിത് ചിലപ്പോൾ സതതം ദീർഘനേരം സൗഷുപ്തം സുഖം അനുഭവനേവ ഗാഠനിദ്രയിലെ സുഖം തന്നെ അനുഭവിച്ചു കഴിയുന്നവനായി കണ്ടെന്നു വരാം. മുനിഹി എന്നാൽ ജീവൻ മുക്തൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് സദാ തുരീയ അനുഭവം നേടിക്കഴിയുന്നതിനാൽ വ്യാമോഹം ന ഭജതി. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെ വിഷയാനുഭവങ്ങളൊന്നും അദ്ദേഹത്തെ അല്പം പോലും കളങ്കപ്പെടുത്തുന്നതേയില്ല. ചിലപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ച് വ്യവഹരിക്കുന്നവനായി ജീവൻ മുക്തനെ കണ്ടെന്നു വരാം. ചിലപ്പോൾ സ്വപ്നത്തിലുള്ള വിഷയങ്ങളെയും അനുഭവിക്കുന്നവനായി തന്നെ കണ്ടെത്തിയെന്നു വരാം. ചിലപ്പോൾ ദീർഘനേരം ഗാഠനിദ്രയിലെ സുഖം തന്നെ അനുഭവിച്ച് കഴിയുന്നവനായി കണ്ടെന്നു വരാം. എന്നാൽ ജീവൻ മുക്തൻ ഗുരുകാരുണ്യം കൊണ്ട് സദാ തുരീയാനുഭവം നേടിക്കഴിയുന്നതിനാൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെ വിഷയാനുഭവങ്ങളൊന്നും അദ്ദേഹത്തെ അല്പം പോലും കളങ്കപ്പെടുത്തുന്നതേയില്ല. ന വ്യാമോഹം ഭജതി. ജീവൻ മുക്തൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെ വിഷയാനുഭവങ്ങൾ കൊണ്ടൊന്നും കളങ്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? സദാ തുരീയാനുഭവത്തിൽ വർത്തിക്കുന്നതുകൊണ്ട്. ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങളെ അനുഭവിക്കുന്ന സ്ഥിതിയാണ് ജാഗ്രത്. ഉള്ളിൽ ഒരു പ്രപഞ്ചത്തെ സ്വയം സൃഷ്ടിച്ചനുഭവിക്കുന്ന അവസ്ഥയാണ് സ്വപ്നം. വിഷയങ്ങളൊക്കെ ഒഴിഞ്ഞുമാറി ആത്മാവ് അജ്ഞാന ആവരണത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് സുഷുപ്തി. അജ്ഞാനമറയുൾപ്പെടെ എല്ലാം ഒഴിഞ്ഞുമാറി സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കുന്ന സ്ഥിതിയാണ് തുരീയം. ആദ്യത്തെ 3 അവസ്ഥകളും ലൗകികന്മാർക്കുള്ളവയാണ്. ജീവൻ മുക്തൻ്റെ അനുഭവസ്ഥിതിയാണ് തുരീയം. ബാഹ്യദൃഷ്ടിയിൽ ഒരു ജീവൻ മുക്തനും പലപ്പോഴും ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ കഴിയുന്നതായി തോന്നി എന്ന് വരാം. എന്നാൽ തുരീയാവസ്ഥയിലെത്തിയ ജ്ഞാനി പിന്നെ അതിൽ നിന്നൊരിക്കലും ഭ്രമിച്ചു പോകുന്നില്ല. ഭ്രംശിച്ചു പോകുന്നില്ല. എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞു മാറിയ അനുഭവസ്ഥിതിയാണ് തുരീയം. ജഗത്ത് മുഴുവൻ താൻ തന്നെ എന്നനുഭവിക്കുന്ന ബ്രഹ്മാനുഭവം. സകല ഭാവങ്ങളും തന്നിൽ അലിഞ്ഞു ചേർന്ന അദ്വൈതസ്ഥിതി. അതനുഭവിക്കുന്ന ജ്ഞാനി എവിടെ എങ്ങനെ വർത്തിച്ചാലും അദ്ദേഹത്തിന് സർവത്ര ബ്രഹ്മം മാത്രം. യാദൃച്ഛികനായ മുനിയുടെ വസ്ത്രധാരണമൊക്കെ എങ്ങനെയുള്ളതായിരിക്കും? കദാപ്യാശാവാസാ ക്വചിദപി ച ദിവ്യാംബരധരഃ ക്വചിത് പഞ്ചാസ്യോത്ഥാം ത്വചമപി ദധാനഃ കടിതലേ കടിതടേ മനസ്വിനി സംഗ സുജനഹൃദയാനന്ദജനകോ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതമാഹ. കദാപി ചിലപ്പോഴൊക്കെ ആശാവാസാഹ ദിഗംബരനായിട്ടായിരിക്കും ജീവൻ മുക്തൻ സഞ്ചരിക്കുക.
അപിച ക്വചിത് പിന്നെ ചിലപ്പോൾ ദിവ്യാംബരധര ദിവ്യമായ പട്ടുമുടുത്തുകൊണ്ടായിരിക്കും നടക്കുക. ക്വചിത് ചിലപ്പോൾ പഞ്ചാസ്യോത്ഥാം ത്വജം സിംഹത്തിൽ നിന്നെടുത്ത തോല് കടിതടേ ദധാനഹ അരക്കെട്ടിൽ ധരിച്ചിട്ടുണ്ടായിരിക്കും. മനസ്വി എങ്ങനെ നടന്നാലും അദ്വൈതാനുഭവത്തിൽ ഉറച്ച മനസ്സുള്ളവനും നിസ്സംഗ സ്വദേഹമുൾപ്പെടെ ഒന്നിലും തൻ്റേതെന്ന ചിന്തയില്ലാത്തവനും സുജന ഹൃദയാനന്ദജനക എവിടെയും സജ്ജനങ്ങൾക്കാനന്ദദായകനുമായ മുനിഹി മുനി ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് അഹന്ത മമത ഭാവങ്ങൾ ഒഴിഞ്ഞു മാറിയവനായതുകൊണ്ട് ന വ്യാമോഹം ഭജതി സംഘദോഷത്തിൽ പെട്ടുപോകുന്നതേയില്ല. ചിലപ്പോഴൊക്കെ ദിഗംബരനായിട്ടായിരിക്കും ജീവൻ മുക്തൻ സഞ്ചരിക്കുക. പിന്നെ ചിലപ്പോൾ ദിവ്യമായ പട്ടുമുടുത്തുകൊണ്ടായിരിക്കും നടക്കുക. ചിലപ്പോൾ സിംഹത്തിൽ നിന്നെടുത്ത തോല് അരക്കെട്ടിൽ ധരിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ നടന്നാലും അദ്വൈത അനുഭവത്തിൽ ഉറച്ച മനസ്സുള്ളവനും സ്വദേഹമുൾപ്പെടെ ഒന്നിലും തൻ്റേതെന്ന ചിന്തയില്ലാത്തവനും എവിടെയും സജ്ജനങ്ങൾക്കാനന്ദദായകനുമായ മുനി ഗുരുകാരുണ്യം കൊണ്ട് അഹന്ത മമതാഭാവങ്ങൾ ഒഴിഞ്ഞു മാറിയവനായതുകൊണ്ട് സംസാരദോഷത്തിൽ പെട്ടുപോകുന്നതേയില്ല. ന വ്യാമോഹം ഭജതി മുനി സംഘദോഷത്തിൽ പെട്ടുപോകുന്നില്ല. ഞാനീ ദേഹമാണ്, ഈ കാണുന്നതൊക്കെ എൻ്റേതാണ് എന്ന അഹന്തയും മമതയുമാണ് സംഘദോഷം. നിസ്സംഗത്വം പരിശീലിച്ച് ബ്രഹ്മാനുഭവം നേടിയയാളാണ് മുനി. സത്സംഗം കൊണ്ട് നിസ്സംഗത്വം, നിസ്സംഗം കൊണ്ട് നിർമോഹത്വം, നിർമോഹത്വം കൊണ്ട് നിശ്ചലതത്വം, നിശ്ചലതത്വം കൊണ്ട് ജീവൻ മുക്തി. ഇതാണല്ലോ ക്രമം. ഉറപ്പുറ്റ നിസ്സംഗത്വം എന്ന ആയുധം കൊണ്ട് പ്രപഞ്ച വൃക്ഷത്തെ വേരോടെ വെട്ടിമാറ്റി സർവം ബ്രഹ്മമയമെന്ന അനുഭവത്തിലെത്തിയ സത്യദർശിയാണ് ജീവൻ മുക്തൻ. ദേഹത്തെ ആസ്പദമാക്കിയുള്ള മാനാപമാനങ്ങളൊന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും സ്പർശിക്കുന്നില്ല. മായാഗുണങ്ങൾക്കപ്പുറമുള്ള സത്യത്തെ അനുഭവിക്കുന്ന ഗുണാതീതനാണ് ജീവൻ മുക്തൻ. അക്കാര്യമാണ് 11ാം പദ്യത്തിൽ വിവരിക്കുന്നത്. കദാചിത് സത്വസ്ഥ ക്വദിദപി രജോ വൃത്തി സുഗതസ്തമോ വൃത്തി ക്വാപിത്രിയരഹിത ക്വാപീചന പുനഃ കദാചിത് സംസാരീ ശ്രുതിപഥവിഹാരീ ഗദ്വിഹാരീ ക്വചിദഹോ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതമാഹ. കദാചിത് ചിലപ്പോൾ സത്വസ്ഥ സത്വഗുണത്തിൻ്റേതായ പ്രകാശം പരത്തുന്ന കർമ്മങ്ങളായിരിക്കും ജീവൻ മുക്തൻ അനുഷ്ഠിക്കുക. അപിക്വചിത് വേറെ ചിലപ്പോൾ രജോവൃത്തിസ്സുഗത രജോ ഗുണത്തിൻ്റേതായ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കാണാം. അപിക്വഹ ഇനിയും ചിലപ്പോൾ തമോവൃത്തി തമോ ഗുണത്തിൻ്റേതായ മോഹകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും കാണാം. പുനഃ ക്വ അപി വീണ്ടും ചിലപ്പോൾ ത്രിതയരഹിത 3 ഗുണങ്ങളെയും വിട്ടിട്ട് ഗുണാതീതനായും വർത്തിക്കും. കദാചിത് ചിലപ്പോൾ സംസാരി തനി ലൗകികനെപ്പോലെ കഴിഞ്ഞെന്ന് വരാം. അഹോ ക്വചിത് ആശ്ചര്യം ചിലപ്പോൾ ശ്രുതി പഥവിഹാരി വേദാന്ത സത്യം വിളിച്ചു പറഞ്ഞ് സഞ്ചരിക്കുന്നുണ്ടാവാം. മുനി എന്തായാലും മുനി ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് ത്രിഗുണങ്ങളെ കീഴടക്കിയവനെന്ന നിലയിൽ വ്യാമോഹം ന ഭജതി മായാഗുണങ്ങൾക്കൊരിക്കലും വശംവദനായി തീരുന്നില്ല. ചിലപ്പോൾ സത്വഗുണത്തിൻ്റേതായ പ്രകാശം പരത്തുന്ന കർമ്മങ്ങളിലായിരിക്കും ജീവൻ മുക്തൻ അനുഷ്ഠിക്കുക. വേറെ ചിലപ്പോൾ രജോ ഗുണത്തിൻ്റേതായ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും കാണാം. ഇനിയും ചിലപ്പോൾ തമോ ഗുണത്തിൻ്റേതായ മോഹകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും കാണാം. വീണ്ടും ചിലപ്പോൾ 3 ഗുണങ്ങളെയും വിട്ടിട്ട് ഗുണാതീതനായും വർത്തിക്കും. ചിലപ്പോൾ തനി ലൗകികനെപ്പോലെ തന്നെ കഴിഞ്ഞെന്ന് വരാം. ആശ്ചര്യം ചിലപ്പോൾ വേദാന്ത സത്യം വിളിച്ചു പറഞ്ഞ് സഞ്ചരിക്കുന്നുണ്ടാവും. എന്തായാലും മുനി ഗുരുകാരുണ്യം കൊണ്ട് ത്രിഗുണങ്ങളെ കീഴടക്കിയവനെന്ന നിലയിൽ മായാഗുണങ്ങൾക്കൊരിക്കലും വശംവദനായി തീരുന്നില്ല. ന വ്യാമോഹം ഭജതി ജീവൻ മുക്തൻ മായാഗുണങ്ങൾക്കൊരിക്കലും വശംവദനായി തീരുന്നില്ല. ത്രിഗുണങ്ങളെ കടന്ന ഗുണാതീതനാണ് ജീവൻ മുക്തൻ. സത്വം രജസ് തമസ് എന്നിവയാണ് മായാഗുണങ്ങൾ. പ്രകാശം പ്രവൃത്തി മോഹം എന്നിവയാണ് യഥാക്രമം ഗുണങ്ങളുടെ സ്വരൂപം. ഗുണങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ബ്രഹ്മസത്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ഗുണാതീതന് ഗുണധർമ്മങ്ങളൊക്കെ വെറുമൊരു നാടകം.
ഏതു വേഷത്തിലും അദ്ദേഹം അഭിനയിച്ചു എന്ന് വരും. പക്ഷേ കഥാപാത്രമോ കഥയോ ഒന്നുമില്ലെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. ആകെ ഒരു നടൻ മാത്രമേയുള്ളൂ, സച്ചിദാനന്ദരൂപനായ പരമാത്മാവ്. പിന്നെ എവിടെ, എങ്ങനെ അഭിനയിച്ചാൽ എന്ത്? ചിലപ്പോൾ ജീവൻ മുക്തൻ സത്വഗുണം പരത്തി സദാ ലോകസംഗ്രഹം നടത്തുന്നുണ്ടാവും, വ്യാസനെയും മറ്റും പോലെ. ചിലപ്പോൾ കാമ്യകർമ്മങ്ങളെന്ന് തോന്നുന്ന രാജ്യഭരണത്തിലും മറ്റും ആവൃതനായി എന്ന് വരാം, ജനകനെയും മറ്റും പോലെ. ചിലപ്പോൾ മോഹകമായ തമോ ഗുണത്തിന് ഏർപ്പെട്ടിരിക്കുന്നതായും കാണാം, മഹാഭാരതത്തിലെ ധർമ്മവ്യാധനെയും മറ്റും പോലെ. ധർമ്മവ്യാധൻ്റെ തൊഴിൽ ഇറച്ചി വെട്ടി വിൽപ്പനയായിരുന്നു. ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കവേ തന്നെ അദ്ദേഹം തത്വവിചാരം ചെയ്ത് ജീവൻ മുക്തനായി. പക്ഷേ തൻ്റെ തൊഴിൽ അതുപോലെ തന്നെ തുടർന്നു. നിത്യമുക്തമായ വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ ഈ മായാനാടകത്തിൽ എങ്ങനെ വ്യവഹരിച്ചാലെന്ത്? പക്ഷേ ജീവൻ മുക്തനല്ലാത്ത ഒരാൾ അന്ധമായി സ്വതന്ത്ര അഭിനയം ആരംഭിച്ചാൽ അതിവേഗം പതിക്കേണ്ടി വരും എന്ന് ഉള്ളതും തീർച്ചയാണ്. അതൊഴിവാക്കാനാണ് കൃഷ്ണൻ ഗീതയിൽ കർമ്മയോഗം ഉപദേശിച്ചിരിക്കുന്നത്. എവിടെ എങ്ങനെ വർത്തിച്ചാലും അദ്വൈത സത്യം അനുഭവിക്കുന്ന ജീവൻ മുക്തന് ഒരു കോട്ടവും തട്ടാനില്ല. കദാചിന്മൗനസ്ഥ ക്വചിദപി ച വാഗ്വാദനിരതഃ കദാചിത് സാനന്ദം ഹസിതരഭസത്യക്തവചനഃ കദാചില്ലോകാനാം വ്യവഹൃതി സമാലോകേന പരോ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാത് ക്ഷതതമാഃ. കദാചിത് ചിലപ്പോൾ മൗനസ്ഥ മൗനം അവലംബിച്ച് ഒന്നും മിണ്ടാതെ ഒരിടത്തിരിക്കും. അഭിജ ഏറെയും പിന്നെയും ക്വചിത് ചിലപ്പോൾ വാഗ്വാദനിരതഃ ശബ്ദായമാനമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. കദാചിത് ചിലപ്പോൾ സാനന്ദം ആനന്ദത്തിൽ മുഴുകി ഹസിതരഭസത്യക്തവചനഃ തുള്ളിച്ചാടി ചിരിച്ച് രസിച്ച് വിശേഷിച്ചൊന്നും പറയാതെ അങ്ങിങ്ങ് നടക്കുന്നുണ്ടാവും. കദാചിത് ചിലപ്പോൾ ലോകാനാം വ്യവഹൃതി സമാലോകനപരഃ ജനങ്ങളുടെ ലോകകാര്യപ്രവർത്തനങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടാവും. മുനിഹി എന്തായാലും സർവത്ര അസക്തബുദ്ധിയായ ജീവൻ മുക്തൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരു കാരുണ്യം കൊണ്ട് അദ്വൈത ബുദ്ധി ഉറപ്പു വന്നയാളായതിനാൽ ന വ്യാമോഹം ഭജതി ഒന്നിനോടും പറ്റിക്കൂടി ബദ്ധനായി ഭവിക്കുന്നില്ല. ചിലപ്പോൾ മൗനമവലംബിച്ച് ഒന്നും മിണ്ടാതെ ഒരിടത്തിരിക്കും. പിന്നെയും ചിലപ്പോൾ ശബ്ദായമാനമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ ആനന്ദത്തിൽ മുഴുകി തുള്ളിച്ചാടി ചിരിച്ച് രസിച്ച് വിശേഷിച്ചൊന്നും പറയാതെ അങ്ങിങ്ങ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ജനങ്ങളുടെ ലോകകാര്യ പ്രവർത്തനങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടാവും. എന്തായാലും സർവത്ര അസക്തബുദ്ധിയായ ജീവൻ മുക്തൻ ഗുരു കാരുണ്യം കൊണ്ട് അദ്വൈത ബുദ്ധി ഉറപ്പു വന്നയാളായതിനാൽ ഒന്നിനോടും പറ്റിക്കൂടി ബദ്ധനായി ഭവിക്കുന്നില്ല. ഇനിയും യാദൃച്ഛികമായി സ്ത്രീസംഘം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടാനിടയായാൽ ജീവൻ മുക്തന് കളങ്കം സംഭവിക്കില്ലേ? ഈ സംശയത്തിനുള്ള നിവാരണമാണ് അടുത്ത പദ്യം. കദാചിച്ഛക്തീനാം വികചമുഖപദ്മേഷു കമലം ക്ഷിപം സ്ഥാസാം ക്വാപി സ്വയമപി ച ഗൃഹ്ണൻ സ്വമുഖതഃ തദ്വൈതം രൂപം നിജപരവിഹീനം പ്രകടയന് മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. കദാചിത് ചിലപ്പോൾ ശക്തീനാം ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളായ സ്ത്രീകളുടെ വികച മുഖപദ്മേഷു അനുരാഗം കൊണ്ട് വിടർന്ന മുഖകമലങ്ങളിൽ കമലം ക്ഷിപന് സ്വന്തം മുഖകമലം ചേർത്തുവച്ച് അവരുടെ ചുംബനത്തിന് വഴങ്ങുന്നുണ്ടാവും. ക്വാപി വീണ്ടും ചിലപ്പോൾ സ്വമുഖത സ്വയം അഭിഗൃഹ്ണഞ്ച സ്വന്തം മുഖം കൊണ്ട് അവരുടെ മുഖം ഗ്രഹിച്ചും ചുംബിക്കുന്നുണ്ടാവും. നിജപരവിഹീനം ഇങ്ങനെ താനെന്നോ മറ്റൊരാളെന്നോ ഉള്ള ഭേദചിന്തയ്ക്ക് ലേശവും വഴങ്ങാത്ത തത് അദ്വൈതം രൂപം പ്രകടയന് ആ അദ്വൈത അനുഭവം വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ടാവും. മുനിഹി സ്ത്രീ പുരുഷ ഭേദചിന്തയൊന്നും സ്പർശിക്കാത്ത സ്ഥിതപ്രജ്ഞൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരു കാരുണ്യം കൊണ്ട് കാമക്രോധാദി വികാരങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ന വ്യാമോഹം ഭജതി അത്തരം വികാരങ്ങൾക്കൊരിക്കലും വഴങ്ങാറില്ല. ചിലപ്പോൾ
ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളായ സ്ത്രീകളുടെ അനുരാഗം കൊണ്ട് വിടർന്ന മുഖകമലങ്ങളിൽ സ്വന്തം മുഖകമലം ചേർത്തുവെച്ച് അവരുടെ ചുംബനത്തിന് വഴങ്ങുന്നുണ്ടാവും. വീണ്ടും ചിലപ്പോൾ സ്വന്തം മുഖം കൊണ്ട് അവരുടെ മുഖം ഗ്രഹിച്ചും ചുംബിക്കുന്നുണ്ടാവും. ഇങ്ങനെ താനെന്നോ മറ്റൊരാളെന്നോ ഉള്ള ഭേദചിന്തയ്ക്ക് ലേശവും വഴങ്ങാത്ത ആ അദ്വൈത അനുഭവം വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ടാവും. സ്ത്രീ പുരുഷ ഭേദചിന്തയൊന്നും സ്പർശിക്കാത്ത സ്ഥിതപ്രജ്ഞൻ ഗുരുകാരുണ്യം കൊണ്ട് കാമക്രോധാദി വികാരങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അത്തരം വികാരങ്ങൾക്കൊരിക്കലും വഴങ്ങാറില്ല. ന വ്യാമോഹം ഭജതി. ജീവൻ മുക്തൻ കാമക്രോധാദി വികാരങ്ങൾക്ക് അവസരം നൽകുന്ന കർമ്മരംഗങ്ങളിൽ ചിലപ്പോൾ വ്യാപരിച്ചു എന്ന് വരാം. വികാരങ്ങൾക്ക് വഴങ്ങുന്നതായി മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധം പെരുമാറിയെന്നും വരാം. പക്ഷേ അദ്ദേഹത്തെ ലേശം പോലും അവയൊന്നും ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ട്? സ്ത്രീ പുരുഷ ഭേദമൊന്നും ലേശം പോലും അവശേഷിക്കാത്ത അദ്വൈത ബ്രഹ്മ അനുഭവത്തിന് ഉറപ്പു വന്നവരാണ് മുനിമാർ. ഗുണാതീതമായ ബ്രഹ്മപദത്തിൽ സഞ്ചരിക്കുന്ന അവർക്ക് ചെയ്യാമെന്നോ ചെയ്തുകൂടെന്നോ ഉള്ള വിധി നിഷേധമൊന്നും ബാധകമല്ല. ഇവിടെ സ്ത്രീ എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ത്രീയാണ് ജീവൻ മുക്തയെങ്കിൽ പുരുഷനെ മുൻനിർത്തി പദ്യം വ്യാഖ്യാനിച്ചു കൊള്ളേണ്ടതാണ്. പദ്യത്തിൽ പറയുന്ന കാര്യത്തിന് ദൃഷ്ടാന്തമുണ്ടോ? വേണ്ടുവോളമുണ്ടല്ലോ. സത്യവതിയുടെ പുത്രന്മാരായ വിചിത്രവീര്യനും ചിത്രാംഗതനും മരണമടഞ്ഞതോടെ കുരുവംശത്തിൽ സന്തതിയില്ലാതായി. അതുകൊണ്ട് അമ്മയായ സത്യവതി മകനായ വ്യാസനെ വിളിച്ച് സഹോദര ഭാര്യമാരായ അംബികയിലും അംബാലികയിലും സന്താനോത്പാദനം നടത്തണമെന്നാവശ്യപ്പെട്ടു. യാതൊരു തടസ്സവും പറയാതെ അവരെ തൻ്റെ അടുക്കലേക്ക് അയക്കാനാണ് വ്യാസൻ നിർദ്ദേശിച്ചത്. അങ്ങനെ അംബികയും അംബാലികയും കൊട്ടാരത്തിലെ ഒരു ദാസിയും സത്യവതിയുടെ നിർദ്ദേശപ്രകാരം വ്യാസനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അവസാനം നല്ല സന്താനങ്ങൾ ഉണ്ടാകുമോ എന്നമ്മ മകനോട് ആരാഞ്ഞു. വ്യാസന്റെ മറുപടി എന്തായിരുന്നു? അമ്പ അടുത്തു ചെന്നപ്പോൾ വ്യാസന്റെ താപസവേഷം കണ്ട് കണ്ണടച്ചു. അതുകൊണ്ട് മകൻ കുരുടനായിരിക്കും. അങ്ങനെയാണ് ധൃതരാഷ്ട്രൻ അന്ധനായി പോയത്. അംബാലിക താപസവേഷം കണ്ട് വിളറിപ്പോയി. അങ്ങനെ മകൻ പാണ്ഡുവായി ജനിച്ചു. ദാസി സന്തോഷപൂർവ്വം വ്യാസനുമായി രമിച്ചു. അതുകൊണ്ട് മകനായ വിതുരർ ജ്ഞാനിയായി ഭവിച്ചു. കാലേകൂട്ടി തന്നെ ഈ വിവരമൊക്കെ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വ്യാസൻ തൻ്റെ തികഞ്ഞ നിസ്സംഗഭാവമാണ് പ്രകടമാക്കുന്നതെന്ന് സ്പഷ്ടമാണല്ലോ. കൃഷ്ണന്റെ രാസലീലയും മറ്റും ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. പരീക്ഷിത്തു തന്നെ ശുകനോട് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ധർമ്മരക്ഷയ്ക്കായി അവതരിച്ച കൃഷ്ണൻ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ അധർമ്മമെന്ന് തോന്നാവുന്ന കർമ്മത്തിൽ ഏർപ്പെട്ടത്? ശുകൻ എന്തു മറുപടി പറയുന്നു? അദ്വൈതാനുഭവത്തിൽ ഉറപ്പുവന്ന ഈശ്വര പുരുഷന്മാർ യാദൃച്ഛികമായ ചുറ്റുപാടിൽ മറ്റുള്ളവർക്ക് അധർമ്മമെന്ന് തോന്നാവുന്ന ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് അവർക്കോ അതിൽ പങ്കാളികളാകുന്ന മറ്റുള്ളവർക്കോ ഒരു ദോഷവും സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, വലിയ ഗുണം വന്നു ചേരുകയും ചെയ്യുന്നു. അഗ്നിയുടെ ഭക്ഷണം പോലെയാണ് ജീവൻ മുക്തന്മാരുടെ ഇത്തരം കർമ്മങ്ങൾ. അഗ്നി ഏതു മലിന പദാർത്ഥവും ഭക്ഷിക്കും. അതോടെ ആ പദാർത്ഥം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. കൃഷ്ണനുമായി രാസലീലയിൽ ഏർപ്പെട്ട ഗോപികമാർക്ക് ബ്രഹ്മപ്രാപ്തി സാധ്യമായെന്നല്ലേ ഭാഗവതം വർണ്ണിക്കുന്നത്? പിന്നെ എന്താണ് ദോഷം? ഈശ്വര പുരുഷന്മാരുടെ ഇത്തരം കർമ്മങ്ങൾ കണ്ടിട്ട് ഈശ്വരഭാവം നേടിയിട്ടില്ലാത്തവർ ഒരിക്കലും അന്ധമായി അത് അനുകരിക്കാൻ പാടില്ല. അങ്ങനെ അനുകരിച്ചാൽ പതനം സുനിശ്ചിതമാണെന്ന് ശുകൻ മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീശങ്കരൻ തന്നെ പ്രായോഗികമായി കാമശാസ്ത്രം പഠിക്കാൻ വേണ്ടി അമരുകവ രാജാവിൻ്റെ മൃതശരീരത്തിൽ പ്രവേശിച്ച് രാജഭാര്യമാരുമായി കുറേ കാലം കാമകേളികളിൽ കഴിഞ്ഞുകൂടിയെന്നാണല്ലോ പ്രസിദ്ധി. മനസ്സിൽ കർത്തൃഭാവമോ ഭോക്തൃഭാവമോ ഇല്ലാത്ത ഒരു ബ്രഹ്മനിഷ്ഠൻ ഈ ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിയാലും അദ്ദേഹം ബദ്ധനായി തീരുന്നില്ലെന്നാണ് കൃഷ്ണൻ ഗീതയിൽ 18-ാം അധ്യായത്തിൽ 17-ാം പദ്യത്തിൽ പ്രഖ്യാപിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ജീവിപ്പിച്ചും കൊന്നും ഇന്ദ്രജാലം കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ അനുഭവിച്ചതായി വർത്തിക്കുന്ന ജീവൻ മുക്തന്റെ ലീലാമയമായ ദേഹയാത്ര മന്ദബുദ്ധിയായ ലൗകികന്റെ പിടികിട്ടുകയേയില്ല. ആശ്ചര്യം, ആശ്ചര്യം! ഈശ്വരകാര്യത്തിൽ ഒരു ജീവൻ മുക്തൻ മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മരംഗത്ത് എങ്ങനെ വർത്തിച്ചാലും അദ്ദേഹത്തിൻ്റെ അദ്വൈത ബോധത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ലെന്നാണ് അടുത്ത 3 പദ്യങ്ങളിൽ ആവർത്തിച്ചു വെളിപ്പെടുത്തുന്നത്. ക്വചിച്ഛൈവൈ സാർത്ഥം ക്വചിദപി ച ശാക്തൈഃ സഹ വസൻ കദാ വിഷ്ണോർഭക്തൈഃ ക്വചിദപി ച സൗരൈഃ സഹ വസൻ കദാ ഗണാപത്യൈർഗത സകലഭേദോദ്വയതയാ
മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. ക്വചിത് ചിലപ്പോൾ ശൈവൈഹി സാർത്ഥം ശിവഭക്തന്മാരോടൊപ്പവും അപിച ക്വചിത് വീണ്ടും ചിലപ്പോൾ ശാക്തൈഹി സഹ വസൻ ദേവീഭക്തന്മാരോടൊപ്പവും ഒരു ജീവൻ മുക്തൻ കഴിഞ്ഞുകൂടിയെന്ന് വരാം. കഥാ ചിലപ്പോൾ വിഷ്ണോഹോ ഭക്തൈഹി വിഷ്ണുഭക്തന്മാരോടൊപ്പവും അപിച ക്വചിത് വീണ്ടും ചിലപ്പോൾ സൗരൈഹി സഹവസൻ സൂര്യോപാസകന്മാരോടൊപ്പവും കഴിഞ്ഞുകൂടി എന്ന് വരാം. കഥാ ഗാണാപത്യൈഹി ചിലപ്പോൾ ഗണപതി ഭക്തന്മാരുമായിട്ടായിരിക്കാം കഴിയുന്നത്. അദ്വയ യതയാ ഗതസകലഭേദ അദ്വൈതസത്യം ഉറപ്പുവന്നു ഭേദചിന്ത പാടെ വിട്ടുപോയതുകൊണ്ട് മുനി ജീവൻ മുക്തൻ ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് മുക്തനായതിനാൽ ന വ്യാമോഹം ഭജതി ഒരിക്കലും ഭേദദൃഷ്ടി രൂപമായ അവിദ്യയിൽപ്പെട്ടു പോകുന്നതേയില്ല. ചിലപ്പോൾ ശിവഭക്തന്മാരോടൊപ്പവും വീണ്ടും ചിലപ്പോൾ ദേവീഭക്തന്മാരോടൊപ്പവും ഒരു ജീവൻ മുക്തൻ കഴിഞ്ഞുകൂടിയെന്ന് വരാം. ചിലപ്പോൾ വിഷ്ണുഭക്തന്മാരോടൊപ്പവും വീണ്ടും ചിലപ്പോൾ സൂര്യോപാസകന്മാരോടൊപ്പവും കഴിഞ്ഞുകൂടി എന്ന് വരാം. ചിലപ്പോൾ ഗണപതി ഭക്തന്മാരുമായിട്ടായിരിക്കാം കഴിയുന്നത്. അദ്വൈത സത്യം ഉറപ്പുവന്ന ഭേദചിന്ത പാടെ വിട്ടുമാറിയതുകൊണ്ട് ജീവൻ മുക്തൻ ഗുരുകാരുണ്യം കൊണ്ട് മുക്തനായതിനാൽ ഒരിക്കലും ഭേദദൃഷ്ടി രൂപമായ അവിദ്യയിൽപ്പെട്ടു പോകുന്നതേയില്ല. നിരാകാരം ക്വാപി ക്വചിദപി ച സാകാരമമലം നിജം ശൈവം രൂപം വിവിധ ഗുണഭേദേന ബഹുധാ കദാശ്ചര്യം പശ്യൻ കിമിദമിതി ഹൃഷ്യന്നപി കദാ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ. ക്വ അപി ചിലപ്പോൾ നിരാകാര ഭജനക്കാരോടൊപ്പം കൂടും. അപിച ക്വചിത് വീണ്ടും ചിലപ്പോൾ അമലം സാകാരം മനോഹരമായ സാകാര രൂപം ഭജിക്കുന്നവരോടൊപ്പമായിരിക്കും. നിജം ശൈവം രൂപം തൻ്റെ മംഗളം നിറഞ്ഞ ബ്രഹ്മരൂപത്തെ വിവിധ ഗുണഭേദേന ബഹുധ ചില ഗുണഭേദങ്ങളെയും ആശ്രയിച്ച് പലതരത്തിൽ ഭജിക്കുന്നവരോടൊക്കെയൊപ്പം ജീവൻ മുക്തനും കൂടിച്ചേരും. കഥാ കിം ഇതം ഇതി ചിലപ്പോൾ എന്താണ് ഈ പ്രപഞ്ചമെന്നിങ്ങനെ ആശ്ചര്യം പശ്യന് ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുന്നവരോടൊപ്പം ആശ്ചര്യം അഭിനയിക്കും. കഥാ ഹൃഷ്യന്നബി ചിലപ്പോൾ അതിയായി സന്തോഷം പ്രകടമാക്കി നിൽക്കുന്നതായും കാണാം. മുനി എന്തായാലും പ്രപഞ്ചരഹസ്യം പൂർണ്ണമായി അറിഞ്ഞ മുനി ഗുരുദീക്ഷാക്ഷതമാഹ ഗുരുകാരുണ്യം കൊണ്ട് ഇനിയൊന്നും അറിയാനില്ലാത്തയാളായതുകൊണ്ട് വ്യാമോഹം നഭജതി ലേശം പോലും അജ്ഞതയിൽ അകപ്പെട്ടു പോകുന്നില്ല. ചിലപ്പോൾ നിരാകാര ഭജനക്കാരോടൊപ്പം കൂടും. ചിലപ്പോൾ വീണ്ടും മനോഹരമായ സാകാരരൂപം ഭജിക്കുന്നവരോടൊപ്പമായിരിക്കും. തൻ്റെ മംഗളം നിറഞ്ഞ ബ്രഹ്മരൂപത്തെ പല ഗുണഭേദങ്ങളെയും ആശ്രയിച്ച് പലതരത്തിൽ ഭജിക്കുന്നവരോടൊക്കെയൊപ്പം ജീവൻ മുക്തനും കൂടിച്ചേരും. ചിലപ്പോൾ എന്താണ് ഈ പ്രപഞ്ചമെന്ന് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുന്നവരോടൊപ്പം ആശ്ചര്യം അഭിനയിക്കും. ചിലപ്പോൾ അതിയായി സന്തോഷം പ്രകടമാക്കി നിൽക്കുന്നതായും കാണാം. എന്തായാലും പ്രപഞ്ചരഹസ്യം പൂർണ്ണമായി അറിഞ്ഞ മുനി ഗുരുകാരുണ്യം കൊണ്ട് ഇനിയൊന്നും അറിയാനില്ലാത്തയാളായതുകൊണ്ട് ലേശം പോലും അജ്ഞതയിൽ അകപ്പെട്ടു പോകുന്നില്ല. ന വ്യാമോഹം ഭജതി ജീവൻ മുക്തൻ ലേശം പോലും അജ്ഞതയിൽ അകപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചരഹസ്യം പൂർണ്ണമായി അറിഞ്ഞയാളായതുകൊണ്ട്. എന്താണ് പ്രപഞ്ചരഹസ്യം? ഒരേ വസ്തു പല നാമരൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്നതാണ് പ്രപഞ്ചം. അനേകം മൺപാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നിടത്ത് വസ്തു മണ്ണു മാത്രം. പാത്രങ്ങൾ വസ്തുഭേദമില്ലാതെ മണ്ണിൽ കാണപ്പെടുന്ന നാമരൂപങ്ങൾ. പ്രപഞ്ചത്തിൽ ബോധഘനമായ ബ്രഹ്മമാണ് വസ്തു. ത്രിമൂർത്തികൾ മുതൽ ശക്തിസ്പന്ദനം വരെ വസ്തുഭേദമില്ലാതെ ബ്രഹ്മത്തിൽ പൊന്തിമറയുന്ന നാമരൂപങ്ങൾ. ഇതറിയുന്ന ജീവൻ മുക്തന് ഒരിക്കലും അറിവില്ലായ്മ എന്നൊന്ന് സംഭവിക്കുന്നേയില്ല. സർവം ബ്രഹ്മമയം. അദ്വൈത സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ജീവൻ മുക്തൻ തികഞ്ഞ അദ്വൈതിയായി തന്നെ പ്രകടമാകും. 16-ാം പദ്യം.
കഥാദ്വൈതം പശ്യന്നഖിലമപി സത്യം ശിവമയം മഹാവാക്യാർത്ഥാനാമവഗതി സമഭ്യാസവശതഃ ഗതദ്വൈതാഭാസ ശിവ ശിവ ശിവേത്യവവിപൽവിലപൻ മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. കഥ ചിലപ്പോൾ അഖിലം അപി ജഗത്തായി കാണപ്പെടുന്നതെല്ലാം സത്യം ശിവമയം സത്യമായ ആനന്ദബ്രഹ്മം തന്നെ എന്ന അദ്വൈതം പശ്യന് അദ്വൈതം പ്രകടമാക്കിക്കൊണ്ട് മഹാവാക്യാർത്ഥാനം ഉപനിഷത്തുക്കളിലെ മഹാവാക്യങ്ങൾക്ക് അവഗതി സമഭ്യാസവശതഃ അർത്ഥം വിശദമാക്കി ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കും. ഗതദ്വൈതാഭാസ ദ്വൈതബ്രഹ്മം പാടെ ഒഴിഞ്ഞുമാറി ശിവ 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 ഇതി ഏവ ശിവ 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 എന്നു മാത്രം വിലപന് ഉച്ചരിച്ചുകൊണ്ടായിരിക്കും വർത്തിക്കുക. മുനി അദ്വൈതാനുഭവം ഉറപ്പുവന്ന മുനി ഗുരുദീക്ഷാക്ഷതതമാഹ ഗുരുകാരുണ്യം കൊണ്ട് ദ്വൈതബ്രഹ്മം പാടെ ഒഴിഞ്ഞു മാറിയവനായതുകൊണ്ട് ന വ്യാമോഹം ഭജതി ഒരിക്കലും രണ്ടു കാണാൻ ഇടവരുന്നില്ല. ചിലപ്പോൾ ജഗത്തായി കാണപ്പെടുന്നതെല്ലാം സത്യമായ ആനന്ദബ്രഹ്മം തന്നെ എന്ന അദ്വൈതം പ്രകടമാക്കിക്കൊണ്ട് ഉപനിഷത്തുക്കളിലെ മഹാവാക്യങ്ങൾക്ക് അർത്ഥം വിശദമാക്കി ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കും. ദ്വൈതബ്രഹ്മം പാടെ ഒഴിഞ്ഞുമാറി ശിവ 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 എന്നു മാത്രം ഉച്ചരിച്ചുകൊണ്ട് വർത്തിക്കും. അദ്വൈത അനുഭവം ഉറപ്പുവന്ന മുനി ഗുരുകാരുണ്യം കൊണ്ട് ദ്വൈതബ്രഹ്മം പാടെ ഒഴിഞ്ഞു മാറിയവനായതുകൊണ്ട് ഒരിക്കലും രണ്ടു കാണാൻ ഇടവരുന്നില്ല. ന വ്യാമോഹം ഭജതി മുനി ഒരിക്കലും ഒരിടത്തും രണ്ടു കാണുന്നില്ല. എന്തുകൊണ്ട്? ദ്വൈതബ്രഹ്മം പാടെ ഒഴിഞ്ഞു മാറിയ ആളായതുകൊണ്ട്. അങ്ങനെയുള്ള മുനി അദ്വൈത സത്യം അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അത് വിവരിച്ചു കൊടുക്കുന്നു. എങ്ങനെ? മഹാവാക്യങ്ങളുടെ അർത്ഥം ആവർത്തിച്ച് വിശദമാക്കി കൊടുത്തിട്ട്. 4 വേദങ്ങളുടേതായി 4 മഹാവാക്യങ്ങളാണ് പ്രസിദ്ധങ്ങളായിട്ടുള്ളത്. ഋഗ്വേദോപനിഷത്തായ ഐതരേയത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നത്. ബോധമാണ് ബ്രഹ്മം എന്നത്രേ വാക്യാർത്ഥം. യജുർവേദോപനിഷത്തായ ബൃഹദാരണ്യകത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നത്. ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് വാക്യാർത്ഥം. സാമവേദോപനിഷത്തായ ഛാന്തോക്യത്തിലെ മഹാവാക്യമാണ് തത്വമസി എന്നത്. അതു നീ തന്നെ എന്നാണ് വാക്യാർത്ഥം. പിതാവായ ഉദ്ദാലകൻ മകനായ ശ്വേതകേതുവിന് ഉപദേശിക്കുന്നതാണ് തത്വമസി മഹാവാക്യം. തത്വാർത്ഥം ഒരു പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെടുന്ന മട്ടിൽ ദൃഷ്ടാന്തങ്ങൾ വഴി 9 പ്രാവശ്യം ആവർത്തിച്ചുപദേശിച്ചിരിക്കുന്ന ഒരു മഹാവാക്യമാണ് തത്വമസി. അഥർവവേദോപനിഷത്തായ മാണ്ഡൂക്യത്തിലെ മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ എന്നത്. ഈ ജീവാത്മാവ് ബ്രഹ്മമാണ് എന്നത്രേ വാക്യാർത്ഥം. ഈ മഹാവാക്യങ്ങൾ കോർത്തിണക്കി മനനം ചെയ്ത് ധരിക്കുമെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമയമാണെന്ന് ആർക്കും വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ബ്രഹ്മം എന്താണ്? അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്നീ 4 വാക്യങ്ങളും കൂടി സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നു. ബോധമാണ് ബ്രഹ്മം. ഞാൻ അതാണ്, നീ അതാണ്, ജീവജാലങ്ങളായി കാണപ്പെടുന്നതൊക്കെ അതാണ് എന്നാണല്ലോ 4 വാക്യങ്ങളും കൂട്ടിച്ചേർത്തുള്ള താത്പര്യം. ഞാനും നീയും ജീവനും ചേർന്നതാണ് ജഗത്ത്. ബോധമാണ് ബ്രഹ്മം. ബോധമുണ്ടെങ്കിലേ ഞാനുള്ളൂ, നീയുള്ളൂ, ജീവനുള്ളൂ. അതായത് ബോധമുണ്ടെങ്കിലേ ജഗത്തുള്ളൂ. അതുകൊണ്ട് ബോധമയമാണ് ജഗത്ത്. ഇവിടെ ബോധമല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് അദ്വൈതം. ഇതനുഭവിച്ചറിയുന്ന ജീവൻ മുക്തൻ താൽപ്പര്യമുള്ള ആർക്കും മഹാവാക്യങ്ങളിൽ കൂടി അത് ഉപദേശിക്കുന്നു. ശ്രവണമാത്രയിൽ തന്നെ ബ്രഹ്മബോധം ഉറപ്പാക്കുന്നവയാണ് മഹാവാക്യങ്ങൾ. ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെന്നു കണ്ടാൽ അനുഭവമാധുര്യത്തോടുകൂടി ജീവൻ മുക്തൻ അത് ഉപദേശിക്കും. അക്കാര്യമാണ് ശിവ 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 ഇത്യ ഇവ വിലപന് എന്നിങ്ങനെ പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജീവൻ മുക്തൻ്റെ അനുഭവം നിറഞ്ഞു തുളുമ്പുന്ന ഭാഷയിൽ മനോഹരമായി വിവരിച്ച ശേഷം ആചാര്യപാദർ 17ാം പദ്യത്തിൽ കൃതി ഉപസംഹരിക്കാൻ ഒരുമ്പെടുന്നു. 17ാം പദ്യം. ഇമാം മുക്താവസ്ഥാം പരമശിവ സംസ്ഥാം ഗുരുകൃപാ സുധാപാംഗവ്യാപ്യാം സഹജ സുഖവാപ്യാമനുദിനം മുഹുർമജ്ജൻ ഭജതി സുകൃതൈശ്ചന്നരവരഃ സദാ ത്യാഗീ യോഗീ കവിരിതി വദന്തീഹ കവയഃ. പരമശിവ സംസ്ഥാം ജഗത്തിൻ്റെ പരമകാരണമായ ആനന്ദസ്വരൂപനെ ആശ്രയിക്കുന്ന ഇമാം മുക്താവസ്ഥാം ഈ മോക്ഷാനുഭവത്തെ അറിഞ്ഞിട്ട്
ഗുരുകൃപാസുധാപാംഗവ്യാപ്യാം ഗുരുകാരുണ്യമാകുന്ന അമൃതം നിറഞ്ഞു തുളുമ്പുന്ന കടക്കണ്ണുകളെത്തി നിൽക്കുന്ന സഹജസുഖവാപ്യാം സഹജാനന്ദം കരകവിയുന്ന ആ സരസിൽ അനുദിനം ദിവസേന മുഹുഹു മജ്ജൻ മജ്ജൻ വീണ്ടും വീണ്ടും മുങ്ങിക്കുളിച്ച് നരവരഹ ഉത്തമനായ മനുഷ്യൻ സുഹൃതൈഹി ഭജതി ചെയ്ത് പുണ്യഫലമായി സത്യാനുഭൂതിയിൽ ഏർപ്പെടുമെങ്കിൽ സദാത്യാഗി ആ പുണ്യശാലി സദാത്യാഗിയായും യോഗിയായും കവിയായും ഇഹ ഇതി ഈ ലോകത്ത് കഴിഞ്ഞുകൂടുമെന്ന് കവയഃ വദന്തി സത്യദർശികൾ പറയുന്നു. ജഗത്തിൻ്റെ പരമകാരണമായ ആനന്ദസ്വരൂപനെ ആശ്രയിക്കുന്ന ഈ മോക്ഷ അനുഭവത്തെ അറിഞ്ഞിട്ട് ഗുരു കാരുണ്യമാകുന്ന അമൃതം നിറഞ്ഞു തുളുമ്പുന്ന കടക്കണ്ണുകളെത്തി നിൽക്കുന്ന സഹജാനന്ദം കരകവിയുന്ന ആ സരസിൽ ദിവസേന വീണ്ടും വീണ്ടും മുങ്ങിക്കുളിച്ച് ഉത്തമനായ മനുഷ്യൻ പുണ്യഫലമായി സത്യാനുഭൂതിയിൽ ഏർപ്പെടുമെങ്കിൽ ആ പുണ്യശാലി സദാ ത്യാഗിയായും യോഗിയായും കവിയായും ഈ ലോകത്ത് കഴിഞ്ഞുകൂടുമെന്ന് സത്യദർശികൾ പറയുന്നു. ഇതി വദന്തീഹ കവയഃ സത്യദർശികൾ ഇങ്ങനെ പറയുന്നു. എങ്ങനെ? അദ്വൈത സത്യമറിഞ്ഞാനന്ദിക്കുന്നവൻ അദ്വൈത സത്യമറിഞ്ഞാനന്ദിക്കുന്നവൻ ഈ ലോകത്ത് ത്യാഗിയായും യോഗിയായും കവിയായും കഴിഞ്ഞുകൂടുന്നു എന്ന്. സത്യമറിഞ്ഞാനന്ദിക്കുന്ന സ്ഥിതപ്രജ്ഞൻ്റെ ജീവിതം സർവഥാ ധന്യമായിത്തീരുന്നു. ഇതിൽ കൂടുതൽ ഇവിടെ ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് ഉത്തമ ബോധ്യം വരുന്നതാണ് ജീവിത ധന്യത. സത്യം അറിഞ്ഞാനന്ദിക്കുന്നിടത്തു മാത്രമേ അത് സാധ്യമാവൂ. ആത്മാനന്ദം ഉറപ്പു വന്നാൽ പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ജനനമരണങ്ങൾക്കപ്പുറം നിൽക്കുന്ന സ്വരൂപ ആനന്ദമാണിത്. ജഗത്തിൻ്റെ പരമകാരണത്തെ താനായി കണ്ടറിഞ്ഞനുഭവിക്കുന്ന ആനന്ദമാണത്. ദേഹമിരിക്കുമ്പോൾ ദേഹസ്പർശമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദമാണത്. അദ്വൈതബോധം ഉറപ്പുവരുന്ന ആർക്കും ഈ ജീവിതത്തിൽ തന്നെ ഈ അനുഭവത്തിൽ എത്തിച്ചേരാവുന്നതേയുള്ളൂ. ഓം ശാന്തി ശാന്തി ശാന്തി.